Hi, Jasmin Karim. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ ജീവിത വിജയത്തിൽ നമുക്ക് കൂട്ടായി വരുന്ന നമ്മുടെ സൗഹൃദങ്ങളെ നമ്മുടെ സുഹൃത്തുക്കളെ എന്നും നമുക്ക് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സൗഹൃദത്തിന് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും വരുന്ന എല്ലാ സുഹൃത്തുക്കളും ഒരുപക്ഷെ നമ്മുടെ ക്ലോസ് സർക്കിളിലേക്ക് വരുന്ന ആൾക്കാരായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മുടെ ഇന്നർ ക്ലോസ് സർക്കിളിലേക്ക് നമ്മുടെ സ്വന്തം എന്ന് കരുതുന്ന സുഹൃത്തുക്കൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളുടെ എന്ന് പറയുമ്പോൾ അവരെ സ്വീകരിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഉത്തരവാദിത്തം, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അവരോട് കാണിക്കേണ്ട ചില അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സൗഹൃദത്തിനെ നമ്മൾ റിസീവ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ വളരെ സന്തോഷത്തോടെ ആർഭാടത്തോടു കൂടി ഏറ്റവും നല്ല മുഖം കാണിച്ച് അല്ലെങ്കിൽ ഏറ്റവും നല്ല ശീലങ്ങൾ കാണിച്ചാണ് നമ്മൾ ആ സൗഹൃദത്തിനെ സ്വീകരിക്കുക. പക്ഷേ അത് കുറച്ചും കൂടി നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള ചില പൊസസീവ്നെസ് ഒരു പക്ഷേ ആ സൗഹൃദത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സൗഹൃദത്തെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. കാരണം സ്നേഹിക്കാം നമുക്ക്, പക്ഷേ നമ്മൾ പോസസീവ് ആവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. നമ്മൾ പോസസീവ് ആവരുത്. രണ്ടാമത് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവണം. എന്ത് കമ്മിറ്റ്മെൻറ്റാണ്? ആ സുഹൃത്തിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റിൽ നമ്മുടെ ശീലങ്ങൾക്കനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് തട്ടിക്കളിക്കാനേ പാടില്ല. ബിക്കോസ് അത് എന്നും നമ്മുടെ കൂടെ നമ്മൾ കൊണ്ടു നടക്കേണ്ട, നമ്മൾ സ്നേഹിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന കൂട്ടാളികളാണ്. സോ അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് നമുക്കത് അവരോട് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. മൂന്നാമത്തെ കാര്യം, നമുക്ക് പ്രോമിസ് എന്ന് പറഞ്ഞ സാധനം, നമ്മൾ അവരോട് പറയുന്ന പ്രോമിസസ് നമുക്ക് കൃത്യമായിട്ട് എന്താ പറയുക അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. വേറൊന്ന്, എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തങ്ങൾ എടുക്കുകയും തെറ്റെന്ന് തോന്നുന്ന സ്ഥലത്തും ശരിയെന്ന് തോന്നുന്ന സമയത്തും കൃത്യമായിട്ട് അവരോട് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ആത്മാർത്ഥതയും നമ്മൾ അവരോട് കാണിക്കണം. അതിനെ കഴിഞ്ഞൊക്കെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് തിങ്, ഈ സുഹൃത്ത് എൻ്റെ ജീവിതത്തിൽ അത്രയും ആവശ്യവും അത്യാവശ്യവും നമ്മുടെ കൂടെ എന്നും ഉണ്ടാകേണ്ടതാണ് എന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടി എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെ ഒരു മെറ്റീരിയൽ തിങ്ങിന് നമ്മളെങ്ങനെ കൊണ്ടു നടക്കും, അതിനെ കഴിഞ്ഞ് അപ്പുറത്ത് നമ്മൾ സ്നേഹിച്ച് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അവർക്ക് വേണ്ട എല്ലാ ഇമ്പോർട്ടൻസും കൊടുത്ത് നമ്മൾ ജീവിതത്തിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നമ്മുടെ ജീവിതത്തിലെ ഫ്ലവേഴ്സാണ് നമ്മുടെ സുഹൃത്തുക്കൾ. ആ ഫ്ലവേഴ്സിനെ എങ്ങനെ ഒരു ചെടീനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യോ അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നും അത് ഒരു നന്മയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടായിട്ടുണ്ടാവും. ആ സൗഹൃദങ്ങളെ വളർത്തിക്കൊണ്ടുപോകേണ്ടത് ഉത്തരവാദിത്തം ആർക്കെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന സൗഹൃദങ്ങളെക്കുറിച്ച് നമ്മൾ ഇരുത്തി ചിന്തിക്കണം. കാരണം എന്തുകൊണ്ട് അവർ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ സ്വഭാവത്തിലെയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെയോ എന്തെങ്കിലും ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒരു ലെസൺ നമുക്കത് പഠിക്കാനുണ്ടാവും. നഷ്ടപ്പെടുത്താൻ പാടില്ല. നമുക്കറിയാം, എല്ലാവരും കൂട്ടി യോജിച്ചുകൊണ്ട് എത്രത്തോളം സൗഹൃദങ്ങളെ സൃഷ്ടിക്കാൻ പറ്റുമോ അത്രയും സൗഹൃദങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയത്തിൽ മുന്നേറാൻ നമുക്ക് എല്ലാവർക്കും ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്, ജാസ്മിൻ.